കൊല്ലം കുന്നത്തൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിൽ പരസ്യപ്പോര്. കുന്നത്തൂർ വെസ്റ്റ് കല്ലട കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഒരു വിഭാഗം പ്രവർത്തകർ പിടിച്ചെടുത്തു. DCC ഭാരവാഹികൾ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചു എന്നാണ് ആരോപണം. കഴിഞ്ഞ ദിവസം സംഘടിച്ചെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കമുള്ളവരാണ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് താഴിട്ട് പൂട്ടിയത്. കാരുവള്ളിൽ ഗോപാലപിള്ള സ്മാരക കോൺഗ്രസ് ഭവൻ എന്ന പേരിലേക്ക് കരിയൊഴിച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റുമാരായ സുരേഷ് ചന്ദ്രൻ, കല്ലട നിതിൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പഞ്ചായത്തിലെ DCC ഭാരവാഹികൾക്ക് നേരെയാണ് ആരോപണം ഉയരുന്നത്. ഈ പാർട്ടി ഓഫീസിന് മുന്നിൽ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും ഈ പാർട്ടിയെ സ്നേഹിക്കുന്നവരും വർഷങ്ങളായി അവരുടെ ജീവിതവും സമ്പത്തുമല്ല ഈ പാർട്ടിക്ക് വേണ്ടി ചെലവഴിക്കുന്നവരുമാണ്. ഈ പല പ്രാവശ്യം കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി ഈ പ്രസ്ഥാനത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തെ ഈ പടിഞ്ഞാറേക്കള്ള പഞ്ചായത്ത് തോൽപ്പിക്കുന്ന ചില നേതാക്കന്മാരുണ്ട്. DCC ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടന്ന ഏകാധിപത്യ നിലപാടുകളാണ് തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾ തോൽക്കാൻ കാരണമായതെന്ന് പ്രവർത്തകർ പറയുന്നു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ വിമതരെ നിർത്തുകയും ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുകയും ചെയ്തു. പാർട്ടിയെ തോൽപ്പിച്ച നേതാക്കളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണമെന്നതാണ് പ്രവർത്തകരുടെ ആവശ്യം. ജനം, കൊല്ലം.